ബഹുമാന്യരായ സ്വാമിമാരെ, ഭക്തജനങ്ങളെ, ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. നിയമവിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ അത് പഠിച്ചത്. അന്നൊരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഞാനിവിടെ വരുമെന്നും ഇവിടെ സംസാരിക്കുമെന്നും. തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള നിയോഗമുണ്ട്. ഇവിടുത്തെ നിയോഗം അതായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില പാകുക എന്നുള്ളതായിരുന്നു ഈ മഠത്തിൻ്റെ ദൈവനിശ്ചയം എന്ന് ഞാൻ അങ്ങനെ ഓർക്കുകയായി. എല്ലാ കേസുകളിലും, എല്ലാ ചിന്തകളിലും, എല്ലാ വക്കീലന്മാരിലും കേശവാനന്ദ ഭാരതി കേസ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജനാധിപത്യത്തെ പറ്റിയാണ്, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയെ പറ്റിയാണ്, ജനങ്ങളെ പറ്റിയാണ്. ജനങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം. ജനപദങ്ങളിലൂടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജനപദങ്ങളിലൂടെ ജനാധിപത്യം നിലനിന്നിരുന്നു എന്നുള്ള സത്യം പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഓർക്കുക. ജനാധിപത്യത്തിൻ്റെ ജന്മം അതും ഭാരതത്തിലായിരുന്നു. അത് പക്ഷേ നൂറ്റാണ്ടുകൾ വിദേശികളുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നതുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ മാറുകയും ഇന്നും ജനാധിപത്യം യഥാർത്ഥത്തില്ലാത്ത ചില രാജ്യങ്ങളെ അതിൻ്റെ മാതൃകയാക്കി നമ്മൾ മനസ്സിൽ കരുതുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജനാധിപത്യ സങ്കല്പം വേറെ എവിടുന്നോ വന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മഠത്തിൽ വരാൻ കഴിഞ്ഞതിൽ, ഇങ്ങനെയുള്ള ഒരാശ്രമത്തിൽ ഞാൻ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ട്, സാന്ദർഭികമായിട്ട് സംഭവിച്ചതാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പാലായിലെ അരുണാപുരത്തുള്ള ആശ്രമത്തിൽ ഒരു 2.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഫസർ പറഞ്ഞിട്ട് അവിടെ താമസിച്ചതായിരുന്നു. അത് ഒരു സ്റ്റുഡൻസ് വാർഡൻ എന്ന രീതിയിൽ ഞാൻ പഠിക്കുന്ന അവസരത്തിൽ തന്നെ 1982 മുതൽ 84 വരെ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രൊഫസർ എന്നെ ഏൽപ്പിച്ച ഒരു പണിയായിരുന്നു അത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു 2.5 വർഷത്തെ ആ പരിചയം എനിക്കുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു. സ്വാമിമാരവിടെ വരും, അവർക്ക് പേരില്ല, അവരഭിസംബോധന ചെയ്യുന്ന ചിലപ്പോൾ നമശിവായ എന്നായിരിക്കും. ആ സ്വാമിയെ ഞങ്ങൾ നമശിവായ സ്വാമി എന്ന് പറയും. ഹരിയോം എന്ന് പറയുന്ന സ്വാമി ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ പേരല്ല, ഹരിയോം സ്വാമി. ഒരു ദിവസം രാത്രിയിൽ അവർ വരും, ഏതാനും ദിവസം അവിടെ ഉണ്ടാകും. അതിനുശേഷം അവർ അപ്രത്യക്ഷരാകും. അവരെ പറ്റി അവിടെ നിന്ന് അടുത്ത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത്ഭുതം തോന്നിയത്. MSc ഫിസിക്സിൻ്റെ പ്രോബ്ലം സംസ്കൃത ശ്ലോകം കൊണ്ട് 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് കാണുന്നത് ഞാൻ അമ്പരന്ന് പോയി. അതേസമയത്ത് ഏറ്റവും നല്ല വിദ്യാർത്ഥി ആധുനിക ഫോർമുല ഉപയോഗിച്ച് 10 മിനിറ്റ് ചുരുങ്ങിയത് വേണം. ഈ നടന്നു വരുന്ന, എവിടെ നിന്നോ വരുന്ന, എങ്ങോട്ടോ പോകുന്ന, തൻ്റെ പേര് പറയാത്ത ആ സ്വാമിമാർ ചെയ്തതാണ്. അപ്പോഴാണ് നമ്മുടെ ആ പാരമ്പര്യത്തിൻ്റെ കരുത്ത്, ശാസ്ത്രത്തിൻ്റെ ആഴം, ആ ശാസ്ത്രത്തിൻ്റെയും തുടക്കം ഭാരതത്തിൽ നിന്നായിരുന്നു. അല്ലെങ്കിൽ സാധിക്കുമോ ഈ ആധുനിക കാലത്ത് സംസ്കൃത ശ്ലോകം കൊണ്ട് ചെയ്യാൻ? തീർച്ചയായിട്ടും അതെല്ലാം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ
സ്വാമിമാരുടെ എല്ലാം അനുഗ്രഹം നേടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒത്തിരി പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.